Hi everyone, my name is Sayana. I am studying at DIT Kannur University. അപ്പോൾ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് യൂസർ ഇന്റർഫേസ് അനാലിസിസ് ആൻഡ് ഡിസൈൻ പ്രോസസ് ആണ്. ആദ്യം നമുക്ക് എന്താണ് യൂസർ ഇന്റർഫേസ് നോക്കാം. യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയറും യൂസറും ഇന്ററാക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് നമ്മൾ യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത്. അതായത് ഒരു സോഫ്റ്റ്വെയറിൽ എങ്ങനെ ഒരു യൂസർ എൻഗേജ് ചെയ്ത് ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നു അതിനെയാണ് യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിന്റെ കീ ഗോൾസ് നോക്കാം. കീ ഗോൾസ് എന്ന് പറയുന്നത് ഫസ്റ്റ് അട്രാക്റ്റീവ് യൂസേഴ്സ്, അതായത് ഒരു UI കണ്ടിട്ടാണ് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ അട്രാക്റ്റീവ് ആണോ, ഒരു യൂസർക്ക് ആ സോഫ്റ്റ്വെയർ കൂടുതൽ എന്താ പറയുക ഉപയോഗിക്കാൻ ഇല്ലേ യൂസ് ചെയ്യാൻ നമുക്കൊരു UI ഡിസൈനിലൂടെ പറ്റും. അതായത് ഒരു UI ഡിസൈൻ അട്രാക്റ്റീവ് ആണെങ്കിൽ ആ യൂസർക്ക് അത് അട്രാക്റ്റീവ് ആയിട്ട് തോന്നും. പിന്നെ സിമ്പിൾ ആയിരിക്കണം, ഈസി ടു അണ്ടർസ്റ്റാൻഡ് അറ്റ് ദ ഗ്ലൈൻസ് ആയിരിക്കണം. അതായത് അതിന്റെ UI എന്ന് പറയുന്നത് സിമ്പിൾ ആയിരിക്കണം. ഇപ്പൊ മോർ കോംപ്ലിക്കേറ്റഡോ ഇല്ല യൂസർക്ക് മനസ്സിലാവാത്തതോ ഇല്ല കോമൺ മെമ്പേഴ്സിന് ഇല്ല കോമൺ പീപ്പിളിന് മനസ്സിലാവാത്തതോ ആവരുത്. പിന്നെ റെസ്പോൺസീവ് ആയിരിക്കണം, റിയാക്ട്സ് ക്വിക്ലി ആൻഡ് പ്രഡിക്റ്റബിളി. റെസ്പോൺസീവ് ആയിരിക്കണം ഓരോ UIയും. കുറേ സമയം എടുത്തിട്ട് ലോഡ് ആവോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. പരമാവധി അത് ക്വിക്ലി റെസ്പോൺസീവ് ആയിരിക്കണം. പിന്നെ ക്ലിയർ ആൻഡ് കൺസിസ്റ്റന്റ് ആയിരിക്കണം, അതിൽ കൺഫ്യൂഷൻസോ കാര്യങ്ങളോ പാടില്ല. ക്ലിയർ ആയിരിക്കണം, ഓരോ UI കാണുമ്പോൾ മനസ്സിലാവണം. ഇതിപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു സെർച്ച് ബാർ കണ്ടാൽ മനസ്സിലാവും അവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇല്ലൊരു കോളിന്റെ ഒരു സിമ്പിൾ കണ്ടാൽ നമുക്കത് മനസ്സിലാവും അവിടെ കോൾ ചെയ്യാൻ പറ്റും, ഇല്ലേ അവിടെ കോളിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാവില്ലേ. ഇപ്പൊ ഷെയർ ചെയ്യേണ്ട ഒരു ആരോ മാർക്ക് പോലെ കണ്ട് നമുക്ക് അറിയാം ഷെയർ ചെയ്യാനുള്ളതാണ്. അങ്ങനെ ക്ലിയർ ആൻഡ് കൺസിസ്റ്റന്റ് ആയിരിക്കണം, കൺഫ്യൂഷൻസ് ഒന്നും പാടില്ല. ഇനിയാണ് നമുക്ക് എങ്ങനെ ഒരു UI അനലൈസ് ആൻഡ് ഡിസൈൻ പ്രോസസ് ചെയ്യാമെന്ന് നോക്കുന്നത്. അതിന് 4 ഫേസസ് ഉണ്ട്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഇന്റർഫേസ് അനാലിസിസ് ആൻഡ് മോഡലിംഗ് ആണ്. സെക്കൻഡ് ഫേസ് ഇന്റർഫേസ് ഡിസൈൻ ആണ്. തേർഡ് ഫേസ് ഇന്റർഫേസ് കൺസ്ട്രക്ഷൻ. ഫോർത്ത് ഫേസ് ഇന്റർഫേസ് വാലിഡേഷൻ. നമുക്ക് ഓരോ ഫേസസ് ആയിട്ട് നോക്കാം. അതിൽ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഇന്റർഫേസ് അനാലിസിസ് ആൻഡ് മോഡലിംഗ്. അതിൽ ഫസ്റ്റ് വൺ യൂസർ അനാലിസിസ്, സെക്കൻഡ് വൺ ടാസ്ക് അനാലിസിസ്, പിന്നെ ഡിസ്പ്ലേ കണ്ടന്റ് ആൻഡ് വർക്ക് എൻവയോൺമെന്റ്. ഇത് മൂന്നാണ് ഫസ്റ്റ് ഫേസിൽ വരുന്നത്. അപ്പോൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. യൂസർ അനാലിസിസ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ഹൂ ദ യൂസർ ആർ, ദെയർ സ്കിൽ ആൻഡ് ദെയർ എൻവിറോൺമെന്റ്. നമ്മൾ ആദ്യം നോക്കേണ്ടത് എങ്ങനത്തെ യൂസേഴ്സിനാണ് നമ്മൾ ഈ UI ഡിസൈൻ ചെയ്തത്, ഇല്ലേ എങ്ങനത്തെ യൂസേഴ്സ് ആണ് ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണം. അവരുടെ സ്കിൽസും അവരുടെ എൻവിറോൺമെന്റും നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇപ്പൊ എക്സ്പേർട്സിനാണോ അല്ലെങ്കിൽ ഇപ്പൊ ഇത് ടെക്നോളജി ആയിട്ടൊന്നും അധികം ബന്ധമില്ലാത്ത തുടക്കക്കാർക്കാണോ, അങ്ങനെ ഏത് തരത്തിലുള്ള യൂസേഴ്സിനാണ് ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ടാസ്ക് അനാലിസിസ് ആണ്. നമ്മൾ ആദ്യം എങ്ങനത്തെ യൂസറിനാണെന്ന് നോക്കി. ഇനി ടാസ്ക് അനാലിസിസ് നോക്കുന്നത് ഐഡന്റിഫൈ ആൻഡ് എലാബറേറ്റ് ഓൺ ദ ടാസ്ക് യൂസേഴ്സ് നീഡ് ടു പെർഫോം ടു അച്ചീവ് ദെയർ ഗോൾസ്. അതായത് ഇനി അവർക്ക് എന്ത് ടാസ്ക് ആണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ആദ്യം നമ്മൾ എങ്ങനത്തെ യൂസേഴ്സിനാണെന്ന് നോക്കി. ഇനി നമ്മൾ നോക്കേണ്ടത് ആ യൂസേഴ്സിന് എങ്ങനത്തെ ടാസ്ക് ആണ് പെർഫോം ചെയ്യേണ്ടത്, ഇല്ല അവർ ഗോൾ അച്ചീവ് ചെയ്യാൻ അവർക്ക് എന്തൊക്കെ ടാസ്ക് എന്തൊക്കെ ടാസ്ക് പെർഫോം ചെയ്യണം എന്ന് നമ്മൾ നോക്കണം. പിന്നെ മൂന്നാമത്തേത് എന്ന് പറയുന്നത് ഡിസ്പ്ലേ കണ്ടന്റ് ആൻഡ് വർക്ക് എൻവിറോൺമെന്റ് ആണ്. അതെന്ന് പറയുന്നത് അനലൈസ് വാട്ട് ഇൻഫർമേഷൻസ് നീഡ് ടു ബി ഡിസ്പ്ലേഡ് ഓൺ ദ ഫിസിക്കൽ കോണ്ടെക്സ്റ്റ് ഓഫ് യൂസ്. അതായത് എന്തൊക്കെ ഇൻഫർമേഷൻസ് അതിൽ ഡിസ്പ്ലേ ചെയ്യണം. ഇപ്പോൾ പെർട്ടിക്കുലർ ഓരോ ടാസ്കിനും ഓരോ ഇൻഫർമേഷൻസ് ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനത്തെ എന്തൊക്കെ ടാസ്ക് ചെയ്യണം ആദ്യം നമ്മൾ ഏത് യൂസറിനാണെന്ന് നോക്കണം, പിന്നെ എന്തൊക്കെ ടാസ്ക് ആണ് ആ യൂസർ ചെയ്യേണ്ടതെന്ന് നോക്കണം, പിന്നെ ആ ഓരോ ടാസ്കിനനുസരിച്ചിട്ടുള്ള എന്തൊക്കെ ഇൻഫർമേഷൻസ് ഡിസ്പ്ലേ ചെയ്യണം, ഇല്ലേ ഫിസിക്കൽ കോണ്ടെക്സ്റ്റിൽ എന്തൊക്കെ യൂസേഴ്സ് ആണ് വരുന്നത് എന്ന് നോക്കണം. ഇതാണ് ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് ഇന്റർഫേസ് ഡിസൈൻ ആണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ആദ്യം എല്ലാം അനലൈസ് ചെയ്തു. ഇനി നമ്മൾക്കത് ഡിസൈൻ ചെയ്യണം. ഡിസൈൻ ചെയ്യാൻ ആദ്യം നമ്മൾ വേണ്ടത് ഡിഫൈൻ ദ ഇന്റർഫേസ് ഒബ്ജക്ട്സ് ആൻഡ് ആക്ഷൻസ് യൂസർ വിൽ ഇന്ററാക്ട് വിത്ത്. യൂസറിന് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒബ്ജക്ട്സും ആക്ഷൻസും ഡിഫൈൻ ചെയ്യലാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഡിസൈൻ സ്ക്രീൻ റെപ്രസെന്റേഷൻസ് ഫോർ ദീസ് ഒബ്ജക്ട്സ് ആൻഡ് ആക്ഷൻസ്. നമ്മൾ ആദ്യം ചെയ്ത ഒബ്ജക്ട്സും ആക്ഷൻസും ഡിഫൈൻ ചെയ്തില്ല, അതിന് എങ്ങനത്തെ സ്ക്രീൻ റെപ്രസെന്റേഷൻസ് ആണ് വേണ്ടത് എന്നാണ് നമ്മൾ പിന്നെ ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കോൾ ചെയ്യേണ്ട
ഇതാണെങ്കിൽ അവിടെ ഒരു കോളിന്റെ ചിഹ്നമുണ്ട്, ഒരു മെസ്സേജിന്റെ ആണെങ്കിൽ അവിടെ ഒരു മെസ്സേജിന്റെ ചിഹ്നമാണ് വേണ്ടത്. അങ്ങനെ എന്തൊക്കെ സ്ക്രീൻ റെപ്രസെന്റേഷൻസ് വേണം, എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു ആരോ മാർക്ക്, ഇപ്പോൾ അങ്ങനെ ഡൗൺലോഡ് ആണെങ്കിൽ ഡൗൺലോഡിന്റെ ആരോ മാർക്ക് കൊടുക്കണം. അങ്ങനെ എന്തൊക്കെ ആവശ്യങ്ങളാണോ അതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് എന്തൊക്കെ സ്ക്രീൻ റെപ്രസെന്റേഷൻസ് വേണം എന്നുള്ളത് നമ്മൾ നോക്കണം. പിന്നെ ഫോക്കസ് ഓൺ ദ യൂസേഴ്സ് ടെർമിനോളജി ആൻഡ് ദ ഔട്ട്സെറ്റ് ഓഫ് ദെയർ ജോബ്, നോട്ട് ദ പ്രോഗ്രാമേഴ്സ്. പിന്നെ ഈ UI എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി യൂസർ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും അത് പ്രോഗ്രാമറിന്റെ പെർസ്പെക്റ്റീവിൽ ചെയ്യേണ്ടതല്ല. ഒരു യൂസർക്ക് എന്തൊക്കെ ടെർമിനോളജീസ് വേണം ആ ഒരു സോഫ്റ്റ്വെയറിൽ, അല്ല അവർക്ക് എന്തൊക്കെ ജോബ്സ് ആണ് അതിൽ ചെയ്യേണ്ടത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേണം നമ്മൾ UI ക്രിയേറ്റ് ചെയ്യാൻ. അതുകൊണ്ട് ഒരിക്കലും പ്രോഗ്രാമേഴ്സിന്റെ ചിന്തയിലാവരുത്. കംപ്ലീറ്റ്ലി അത് യൂസർ എങ്ങനെയാണോ വേണ്ടത്, ഒരു യൂസർ ആയിട്ട് നോക്കി കണ്ട് വേണം നമ്മളത് ചെയ്യാൻ. കൺസിഡർ ദ യൂസേഴ്സ് ക്യാപ്പബിലിറ്റീസ് ആൻഡ് ലിമിറ്റേഷൻസ്, അതാണ് അടുത്തത്. അപ്പോൾ എക്സ്പേർട്സിനെ പോലെ ഒരു നോർമൽ യൂസേഴ്സിന് പറ്റണമെന്നില്ല. അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു നോർമൽ യൂസർ എന്ന നിലയ്ക്ക് അവർക്ക് എന്തൊക്കെ ക്യാപ്പബിലിറ്റീസ് ഉണ്ട്, ഇല്ല അവർക്ക് എന്തൊക്കെ ലിമിറ്റേഷൻസ് വരും ചെയ്യുമ്പോൾ എന്ന് ആലോചിച്ചിട്ട് വേണം, അല്ലെ അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ UI ഡിസൈൻ ചെയ്യുമ്പോൾ. നമുക്ക് അതിന്റെ കീ UI എലമെന്റ്സ് പഠിക്കാം. ഫസ്റ്റ് വൺ, യൂസർ മോഡൽ, പ്രൊഫൈൽ ഓഫ് ദ എൻഡ് യൂസേഴ്സ്. എൻഡ് യൂസേഴ്സിന്റെ പ്രൊഫൈലാണ് യൂസർ മോഡലിൽ വരിക. പിന്നെ മെന്റൽ മോഡൽ എന്ന് പറയുന്നത് ദ യൂസേഴ്സ് പെർസെപ്ഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സിസ്റ്റം. ആ യൂസറിന്റെ പെർസ്പെക്റ്റീവിൽ എങ്ങനെ ആ സിസ്റ്റം അണ്ടർസ്റ്റാൻഡബിൾ ആണെന്നാണ് മെന്റൽ മോഡൽ എന്ന് പറയുന്നത്. ഇനി പിന്നെ പറയുന്നത് ഡിസൈൻ മോഡൽ, ഹൗ ദ ഇന്റർഫേസ് ഇസ് സ്ട്രക്ചർഡ് ആൻഡ് പ്രസന്റഡ്. ഡിസൈൻ ചെയ്യാൻ പറയുന്നത് എങ്ങനെയാണ് ആ ഇന്റർഫേസ് പ്രസന്റ് ചെയ്യപ്പെടുന്നത്, ഇതിൽ സ്ട്രക്ചർ ചെയ്യപ്പെടുന്നതിലാണ് ഡിസൈൻ മോഡൽ വരുന്നത്. പിന്നെ ഇംപ്ലിമെന്റേഷൻ മോഡൽ, ദ ആക്ച്വൽ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ. എന്തൊക്കെ ഇൻഫർമേഷൻസ് അതിൽ വേണം എന്നുള്ളതും എങ്ങനെ അത് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളതാണ് ഇംപ്ലിമെന്റേഷൻ മോഡലിൽ ഉള്ളത്. ഇനി നമുക്ക് ഫേസ് 3 നോക്കാം. ഫേസ് 3 എന്ന് പറയുന്നത് ഇന്റർഫേസ് കൺസ്ട്രക്ഷൻ ആണ്. ആദ്യം നമ്മൾ അനലൈസ് ചെയ്ത് അത് ഡിസൈൻ ചെയ്തു. ഇനി നമ്മളത് കൺസ്ട്രക്ട് ചെയ്യണം. കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ക്രിയേറ്റ് പ്രോട്ടോടൈപ്സ് ടു ഇവാലുവേറ്റ് യൂസേജ് സിനാരിയോസ്. സിനാരിയോസിനനുസരിച്ച് നമ്മൾ അനലൈസ് ചെയ്ത് ഡിസൈൻ ചെയ്ത് വെച്ച സിനാരിയോസിനനുസരിച്ച് നമ്മൾ പ്രോട്ടോടൈപ്സ് ഉണ്ടാക്കണം. പിന്നെ യൂസ് UI ടൂൾ കിറ്റ്സ് ടു ബിൽഡ് ദ ഇന്റർഫേസ് കോമ്പോണൻസ്. അപ്പോൾ നമ്മൾ UI ടൂൾ കിറ്റ്സ് യൂസ് ചെയ്തിട്ട് ആ പ്രോട്ടോടൈപ്സിന് കണക്കായിട്ട് ഇല്ല ഇന്റർഫേസ് കോമ്പോണൻസ് ബിൽഡ് ചെയ്യലാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ സിനാരിയോസിനനുസരിച്ച് പ്രോട്ടോടൈപ്സ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ UI ടൂൾ കിറ്റ്സ് ഉപയോഗിച്ചിട്ട് ആ ഇന്റർഫേസ് കോമ്പോണൻസ് ബിൽഡ് ചെയ്തെടുക്കണം. പിന്നെ ഈ ഫേസ് എന്ന് പറയുന്നത്, അതായത് ഇന്റർഫേസ് കൺസ്ട്രക്ഷൻ ഫേസ് എന്ന് പറയുന്നത് ഹൈലി ഐട്രേറ്റീവ് ആണ്. കാരണം ഒരു ഡിസൈൻ ചെയ്തു, അതിനെ നമ്മൾ ഫീഡ്ബാക്ക് എടുത്തു, അത് ഇപ്പോൾ സാറ്റിസ്ഫൈ ആണെങ്കിൽ ഓക്കെ ആണ്. ഇപ്പോൾ യൂസർ സാറ്റിസ്ഫൈ അല്ലെങ്കിൽ അതിനെ റിഫൈൻ ചെയ്ത് പിന്നെ ഒരു ഡിസൈൻ ഉണ്ടാക്കി, അത് പിന്നെയും കാണിച്ചു, അത് സാറ്റിസ്ഫൈ അല്ലെങ്കിൽ പിന്നെ അത് റിഫൈൻ ചെയ്ത് യൂസർ സാറ്റിസ്ഫൈ ആവുന്നവരെ നമ്മളത് ചെയ്യണം. അതുകൊണ്ട് ഇതൊരു ഹൈലി ഐട്രേറ്റീവ് ഫേസ് ആണെന്ന് പറയാം. ഇനി നെക്സ്റ്റ് ഫേസ്, അതായത് ലാസ്റ്റ് ഫേസ് ആയ ഫേസ് 4 ഇന്റർഫേസ് വാലിഡേഷൻ. വാലിഡേഷനിൽ നമ്മൾ എന്താക്കും, യൂസർക്ക് വാലിഡേറ്റ് ചെയ്യാം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത UI ഓക്കെ ആണോ, ഇല്ലേ യൂസർ പറഞ്ഞ റിക്വയർമെന്റ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ യൂസർക്ക് കൊടുക്കും. അതിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ യൂസർ ടാസ്ക് കറക്റ്റ്നെസ് ആൻഡ് വേരിയേഷൻസ്. അതായത് യൂസർ പറഞ്ഞ ടാസ്ക് കറക്റ്റ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. പിന്നെ ഈസ് ഓഫ് യൂസ് ആൻഡ് ലേണബിലിറ്റി, യൂസർക്ക് അത് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നതാണോ, എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണോ എന്നുള്ളത് നോക്കും. പിന്നെ ഓവറോൾ യൂസർ അക്സെപ്റ്റൻസ്, അതായത് യൂസർ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞോ അല്ലെങ്കിൽ യൂസർക്ക് എന്തൊക്കെ റിക്വയർമെന്റ്സ് വേണമെന്ന് പറഞ്ഞോ അതൊക്കെ സാറ്റിസ്ഫൈ ആയിട്ടുണ്ടോ എന്ന് നോക്കും. അതാണ് ഓവറോൾ യൂസർ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. അങ്ങനെ യൂസർ അക്സെപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി യൂസർക്ക് സാറ്റിസ്ഫൈ ആയാൽ മാത്രമേ നമുക്ക് ആ പ്രൊഡക്റ്റ് ആ UI ഡിസൈൻ കംപ്ലീറ്റ് ആയെന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ യൂസർക്ക് ഇന്ന റിക്വയർമെന്റ് സാറ്റിസ്ഫൈ ആയില്ലെങ്കിൽ അത് നമ്മൾ പിന്നെ റിഫൈൻ ചെയ്ത് അതിന് പിന്നെ അനലൈസ് ചെയ്ത് എവിടെയാണ് ഇത് പറ്റിയത് അനലൈസ് ചെയ്ത് ഡിസൈൻ ചെയ്ത് കൺസ്ട്രക്ട് ചെയ്ത് പിന്നെ യൂസർ സാറ്റിസ്ഫൈ ആവുന്നവരെ നമ്മളത് ചെയ്യണം. ഇനി കൺക്ലൂഷൻ എന്ന് പറയുന്നത് UI ഡിസൈനിങ് എന്ന് പറയുന്ന ഒരു ഐട്രേറ്റീവ് പ്രോസസ്സാണ് ദാറ്റ് റിക്വയർസ് ഡീപ്പ് യൂസർ അണ്ടർസ്റ്റാൻഡിങ്. അതായത് ഡീപ്പ് യൂസർ അണ്ടർസ്റ്റാൻഡിങ് വേണ്ടുന്ന ഒരു ഐട്രേറ്റീവ് പ്രോസസ്സാണ് UI ഡിസൈനിങ് എന്ന് പറയുന്നത്.
അത് ഈ പറഞ്ഞ പോലെ അനലൈസും ഡിസൈൻ സ്റ്റെപ്സിലൂടെ പിന്നെ ഇതിനൊരു ഗോൾഡൻ റൂൾസ് ഉണ്ട്. ആ ഗോൾഡൻ റൂൾസ് കൂടെ ഫോളോ ചെയ്താൽ നമുക്കൊരു എഫിഷ്യന്റ് ആയ ഇല്ലെ എൻജോയബിൾ ആയ ഇല്ലെ അട്രാക്റ്റീവ് ആയ മോർ അട്രാക്റ്റീവ് ആയ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ പറ്റും. താങ്ക് യു.